ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വരിക്കാശ്ശേരി മനയിലാണ്. മനയിലെ കാഴ്ചകൾ കാണാം. മനയിലേക്ക് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. ബൈക്കുകൾ മാത്രമാണ് ഇവിടെ പാർക്കിങ്. മറ്റുള്ള വണ്ടികൾക്കൊക്കെ പാർക്കിംഗ് സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് മനയിലേക്കുള്ള വഴി. ഗേറ്റ് കടന്ന ഉടനെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റിന്. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റാണ് എടുത്തത്. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് കേട്ടോ കാറും മറ്റുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഒരുപാട് വണ്ടികൾ നിർത്തിയിടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ പത്തായപ്പുരയാണ്. 3 നിലയാണ് കേട്ടോ ഈ പത്തായപ്പുരയ്ക്കുള്ളത്. ഈ മാവിന് തൊട്ടപ്പുറത്ത് കാണുന്നതും പത്തായപ്പുരയാണ്. അങ്ങനെ നമുക്ക് ഈ പത്തായപ്പുരയുടെ ഉൾവാസം ഒന്ന് കണ്ടു നോക്കാം. 2 തട്ടായിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകൾ കയറിയാൽ ഉടനെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് സിനിമകൾ ഇവിടെ മാത്രമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ നിലയിലെ റൂമുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട് കേട്ടോ. സെറ്റ് മുണ്ടും ഡബിൾ മുണ്ടുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. ഇരുമ്പ് കൊണ്ടാണ് സ്റ്റെയർ കേസ് പണിതിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറിയാൽ ഉടനെ നീണ്ടൊരു വരാന്തയാണുള്ളത്. ഈ വരാന്തയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഒരുപാട് മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഭാഗം കൂടി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റൂമുകൾ. 3 റൂമുകളാണ് ഇവിടെ ഉള്ളത്. മൂന്നാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സ്റ്റെയർ കേസ് ഫുള്ള് മരത്തിൻ്റെ ആണ് കേട്ടോ. 300 കൊല്ലം പഴക്കമുള്ള സ്റ്റെയർ കേസാണ്. അപ്പോൾ ഇത് ഇത്രയും കാലം മരം നിൽക്കണമെങ്കിൽ ഇത് ഈട്ടി എന്തെങ്കിലും ആയിരിക്കും. 2 സ്റ്റെയർ കേസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 2 സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ദേവാസുരം, രാവണപ്രഭു, 6-ാം തമ്പുരാൻ, രാപ്പകൽ എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തൊരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കിനി കാണാം. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതിയാണ്. ഞാനും അബിക്കുട്ടനും മീനൂട്ടിയും ഫോട്ടോ എടുക്കാൻ നിന്ന്. ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി.
അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ നടുമുറ്റം. ചന്ദ്രോത്സവം എന്ന സിനിമയിൽ ഈ നടുമുറ്റത്ത് വെള്ളം നിറച്ച് ആമ്പലൊക്കെ നട്ട് നല്ലൊരു പാട്ട് സീനുണ്ട്. ഒരുപാട് സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. രാപ്പകൽ എന്ന സിനിമയിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി മാടമ്പി എന്ന സിനിമയിൽ, അതുപോലെ വെള്ളിയാട്ടം എന്ന സിനിമയിൽ ഈ കിണറിൻ്റെ മുകളിലൂടെയാണ് പലക ഇട്ടിട്ട് സുധീഷ് വിജയകുമാറൊക്കെ ചാടിക്കടന്ന് ഉയർന്നത്. നല്ല ആഴമുള്ള കിണറാട്ടോ. ഇവിടെ ഒരു കൊട്ടത്തളമുണ്ട്. അങ്ങനെ നമ്മൾ ഈ വരാന്തയിലൂടെ പുറത്തേക്ക് പോവാൻ ഇവിടെ ഒരു അലമാറയും ഇതൊക്കെ ഇരിക്കുന്നത് കാണാണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് ഇവിടെ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ കുളമുണ്ട്, അതൊക്കെ കാണാം. രാപ്പകൽ എന്ന സിനിമയിൽ നയൻതാര ആനപ്പുറത്ത് കയറിയിരുന്നത് ഈ മാവിൻ്റെ ചുവട്ടിലായിരുന്നു. ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ മഞ്ജു വാര്യർ ചോദിക്കുന്നത് ചുറ്റമ്പലത്തിൽ എന്താ വഴിപോക്കിന് കാര്യമെന്ന്. ആ സീൻ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ആ അമ്പലം. ഇവിടെയാണ് ആ കുളം ഉള്ളത്. ഒരുപാട് സിനിമയിലുണ്ട് ഈ കുളം. അത് നമുക്ക് കാണാം. ഈ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത നമ്മൾ പുതിയ വീഡിയോ വാട്ടർ മ്യൂസിക് ഡാൻസ് ആണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.